ബാലപീഡനത്തിൽ പാസ്റ്റർക്ക് 10 വർഷ കഠിന തടവ്. 17 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിന്റെ പേരിൽ പാസ്റ്റർക്ക് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര അതിവേഗ പോക്സ്കോ കോടതി. ആര്യനാട് സ്വദേശിയായ പ്ലാമൂട് വീട്ടിൽ പാസ്റ്റർ മോനി ജോർജിനാണ് ഈ കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്. പിഴ അടച്ചില്ലെങ്കിൽ പാസ്റ്റർക്ക് 2 വർഷം അധിക തടവ് അനുഭവിക്കേണ്ടി വരും. പാസ്റ്റർ മോനി ജോർജ് 55 വയസ്സുകാരനാണ്. ഈ 55 വയസ്സുകാരനാണ് നിഷ്ഠൂരമായ ഈ പ്രവൃത്തി നടത്തിയിരിക്കുന്നത്. 17 വയസ്സുകാരൻ്റെ അമ്മ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി. ആ ചികിത്സയ്ക്ക് പോയ തക്കം നോക്കി ഇയാൾ ഈ 17 വയസ്സുകാരൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. 17 വയസ്സുകാരനെ പറഞ്ഞ് ഇയാൾ വിശ്വസിപ്പിച്ചത്, ഞാൻ മോൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതുകൊണ്ട് മോനൊന്ന് കണ്ണടച്ച് നിൽക്കുക എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഈ 17 വയസ്സുകാരനെ കടന്നു പിടിക്കുകയായിരുന്നു. തുടർന്ന് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം നടത്തുകയെന്ന് തുടർന്ന് ഈ കുട്ടി നിലവിളിച്ചു. ഉടൻ തന്നെ ആൾക്കാർ ഓടിക്കൂടി. ഉടനെ തന്നെ ഈ പാസ്റ്റർ ഇറങ്ങി ഓടി. തുടർന്ന് നാട്ടുകാർ ഉടൻ തന്നെ കയ്യോടെ ഓടിച്ചിട്ട് ഈ പാസ്റ്ററെ പിടികൂടി ബന്ധിപ്പിച്ച ശേഷം പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. തുടർന്നുള്ള വിചാരണയിലാണ് നെയ്യാറ്റിൻകര അതിവേഗ പോക്സോ കോടതി ഇയാളെ 10 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയ്ക്കും വിധിച്ചത്. ഈ 1 ലക്ഷം രൂപ ഇയാൾ അടച്ചില്ലെങ്കിൽ 2 വർഷം കൂടി അധിക തടവ് ഇയാൾക്ക് അനുഭവിക്കേണ്ടി വരും. 2019 സംഭവം നടന്നത്. കുട്ടിയുടെ അമ്മ ആശുപത്രിയിൽ ആയി എന്ന് ഇയാൾ ഉറപ്പിച്ചു. അതിനുശേഷം പാത്തും പതുങ്ങിയുമാണ് ഈ വീട്ടിലേക്ക് കയറി വന്നത്. കുട്ടിയുടെ വീടുമായി അടുത്ത ബന്ധമാണ് ഈ പാസ്റ്റർക്ക് ഉണ്ടായിരുന്നത്. ആ ബന്ധം മുതലെടുത്തുകൊണ്ട് മോൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, മോൻ്റെ അമ്മയുടെ അസുഖം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് കയറി വാതിൽ കുറ്റിയിട്ട് ഈ 17കാരനെ പീഡിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ നരാധമനായിട്ടുള്ള പാസ്റ്റർ മോനി ജോർജ് നടത്തിയത്. കുട്ടി അതിഭീകരമായി കരഞ്ഞ് നിലവിളിക്കുകയായിരുന്നു. ഈ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടി ഈ നരാധമനായിട്ടുള്ള ഈ ഞരമ്പ് രോഗിയായിട്ടുള്ള പാസ്റ്റർ മോനി ജോർജിനെ ഓടിച്ചിട്ട് പിടിച്ചത്. പിന്നീട് പോലീസ് വന്ന് പാസ്റ്റർ മോനി ജോർജിനെ പിടികൂടുകയായിരുന്നു. തുടർന്ന് അതിവേഗ കോടതി ഇയാളെ ഇത്തരത്തിൽ 10 വർഷം കഠിന തടവിന് വിധിച്ചിരിക്കുകയാണ്. ഇനി ജയിലിൽ പോയി കഴിഞ്ഞാൽ അവിടെ സമൃദ്ധമായ ഭക്ഷണമാണ് മോനി ജോർജിന് ലഭിക്കുക എന്ന് നമുക്കറിയാമല്ലോ. കാരണം ജയിലിലെ മെനു ആട്ടിറച്ചിയും മീനും അടക്കമുള്ള അതിഗംഭീരമായ മെനുവാണ്. ഈ മെനു, ഈ ഭക്ഷണം കഴിച്ച് എല്ലിനിടയിൽ കയറുന്ന മോനി ജോർജിന് വീണ്ടും ഇത്തരത്തിലുള്ള ദുഷ്വികാരങ്ങൾ ജയിലിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അറിയാമല്ലോ. ജയിലാണ്. സഹതടവുകാരനെതിരെ ഇത്തരത്തിലുള്ള വികാരം മോനി ജോർജിന് ഉണർന്നു കഴിഞ്ഞാൽ ജയിലാണ്. യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാവില്ല. കുനിച്ചു നിർത്തിയുള്ള ഇടി ഉറപ്പാണ്. സഹതടവുകാരുടെ ഇടി മാത്രമല്ല ഇനി മോനി ജോർജിന് കിട്ടാൻ പോകുന്നത്. വാർഡന്മാരുണ്ട്, നല്ല കൈക്കരുത്തുള്ള വാർഡന്മാരുണ്ട്. പയ്യന്മാരാണ്, കുനിച്ചു നിർത്തി ഇടിക്കും. ഈ സഹതടവുകാർക്ക് പുറമെ വാർഡന്മാരും ഇനി പാസ്റ്റർ മോനി ജോർജിന് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഇളക്കം ജയിലിൽ കാണിച്ചാൽ അടിയോടടിയാണ്, ഇടിയോട് ഇടിയാണ്. അതുകൊണ്ട് പാസ്റ്റർ മോനി ജോർജ് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കിട്ടുന്ന ഭക്ഷണം മേടിച്ച് തിന്നുകൊണ്ട് ജവുക്കാളത്തിൽ കിടന്ന് ഉറങ്ങുക, പുതച്ചു മൂടി കിടന്ന് ഉറങ്ങുക. അല്ലാതെ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പ്, ഇത്തരത്തിലുള്ള ഞരമ്പ് രോഗം ജയിലിൽ കാണിച്ചാൽ നല്ല അടി കിട്ടും. അത് പാസ്റ്റർ മോനി ജോർജ് ഓർത്തുകൊള്ളുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.